ഹായ്, നമുക്കിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഴുത്ത മാങ്ങ കറിയാണ്. ഇത് ഉച്ചക്ക് ഊണിന് നല്ലൊരു തൊടു കറിയായിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 3 പഴുത്ത മാങ്ങയാണ്. 3 പഴുത്ത മാങ്ങേനെ കൊണ്ട് തന്നെ നമുക്ക് 5 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അതിന് ആദ്യം പഴുത്ത മാങ്ങ എടുത്തതിന് ശേഷം അതിൻ്റെ ചെന ഭാഗം നല്ലോണം ഒന്ന് ചെത്തിക്കളയുക. ശേഷം അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ചട്ടിയിലിടുക. ചട്ടിയിൽ ഞങ്ങളിപ്പോൾ മാങ്ങ മുറിച്ചിട്ടതിന് ശേഷം ആ മാങ്ങ നല്ലവണ്ണം കൈ വെച്ച് ഞെരടിയെടുക്കുക. അതിൻ്റെ സത്ത് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെ നല്ലവണ്ണം ഞെരടുന്നത്. ഇപ്പോൾ ഏകദേശം ഞെരടി അതിൻ്റെ ആ സത്തുകൾ പുറത്തു വരാൻ തുടങ്ങി. പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, പാകത്തിന് മഞ്ഞൾ, ഇതൊക്കെ ഇട്ടതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് അതിനെ നല്ല വിധം ഇളക്കി അതിനെ ഒരു മാങ്ങയുടെ കൂട്ടാക്കി മാറ്റുക. ഇപ്പോൾ ഞങ്ങൾ മാങ്ങാക്കൂട്ട് ഏകദേശം റെഡിയായിരിക്കുകയാണ്. ചട്ടിയിലേക്ക് ഇനി ഞങ്ങൾക്ക് അടുപ്പത്തേക്ക് വെക്കാം. അതിന് മുമ്പേ ഞങ്ങൾക്ക് 1 മുറി തേങ്ങ ആണ് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത്. അത് 5 ആൾക്കുള്ളതിനായത് 1 മുറി തേങ്ങ മതിയാവും. ഇത് ഞങ്ങൾ മാങ്ങാക്കറി ഇപ്പോൾ തിളച്ച് തുടങ്ങിയിരിക്കുകയാണ്. പിന്നീട് ഇതിന് അരപ്പ് ഉണ്ടാക്കണം ഞങ്ങൾ. അതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ ഞങ്ങൾ ഓൾറെഡി ചിരകി വെച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ജീരകം, കുറച്ച് തൈര്, ആ പുളിക്ക് ആവശ്യമായ തൈര് എടുത്താൽ മതി. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണാണ്. നിങ്ങൾക്ക് പുളി എത്രത്തോളം വേണം അതനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഞാൻ മിക്സിയിലിട്ട് ഇത് വെള്ളം കൂട്ടരുത് കേട്ടോ, അധികം വെള്ളം കൂട്ടണ്ട. തൈരിൽ തന്നെ ഞങ്ങൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ അതിൽ നിന്നൊരു ജലം വരും. ആ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ച് നമ്മൾ നല്ലവണ്ണം അരച്ച് അരപ്പിടെ റെഡിയായിരിക്കുകയാണ്. ഞങ്ങളെ മാങ്ങ ഇങ്ങനെ ചെറുതായി കുറുകി വറ്റി വരികയാണ്. അതിലേക്ക് ഞങ്ങൾക്ക് ആ അരപ്പ് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ എളുപ്പമാണ് ഇത് ഞങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാങ്ങാക്കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. അരപ്പ് നല്ലവണ്ണം അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളിതാ നല്ല രുചികരമായ മാങ്ങാക്കറിയുടെ തിളച്ച് തുടങ്ങിയിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് നല്ലവണ്ണം ഇളക്കുക. ചെറുങ്ങനെ ഒന്ന് കുറുകിക്കോട്ടെ, തൊടു കൂട്ടാനായിട്ട് ഉപയോഗിക്കുക. പിന്നീട് നമുക്കിതിനെ വറുത്തിടുക എന്നാണ് പറയുക ഞങ്ങൾ കണ്ണൂർ ഭാഷ. അതിലേക്ക് ഞങ്ങൾ എടുക്കുന്നത് കടുക്, ഉണക്കുമുളക്, ഉലുവ, കരിവേപ്പില. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കരിവേപ്പില ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോ കേട്ടോ. വെളിച്ചെണ്ണ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അതിൻ്റെ അകത്ത് ഞങ്ങളിപ്പോൾ കരിവേപ്പില, ഉലുവ, കടു, ഉണക്കമുളക് പൊട്ടിച്ചിട്ട് ഇടാം. അത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയ കടു പൊട്ടും, അതറിയാലോ. കടു പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആ കറിയിലേക്ക് അതങ്ങോട്ടേക്ക് ചാലിക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് കറി അടുപ്പത്തു നിന്ന് അങ്ങ് വാങ്ങി വെക്കാം. ഞങ്ങൾ നല്ല പഴുത്ത മാങ്ങാ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ചൂടുള്ള നല്ല മണമുണ്ട്. തീർച്ചയായും പരീക്ഷിക്കുക.